എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കട്ടപ്പയായെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ഉണ്ട്. അങ്ങനെ മസ്താനിക്കും എൻ്റെ മസ്താനി പേഴ്സണൽ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അവൾക്കും ഇതേപോലെ ഭയങ്കര സൈബർ ബുള്ളിങ് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം മസ്താനിൻ്റെ ഒരു നേച്ചർ അതല്ല. എനിക്ക് പേഴ്സണലി മസ്താനെ അറിയാം. ഇറ്റ്സ് വെരി ഫ്രണ്ട്ലി, വളരെ നല്ലൊരു സുഹൃത്താണ് എൻ്റെ, ഭയങ്കര നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ പുറത്തുനിന്ന് വന്നൊരു ഒരു ഔട്ട്പുട്ട് വളരെ മോശമായിട്ടുള്ള ഔട്ട്പുട്ടായിരുന്നു അവൾക്ക്. രണ്ടാമത്തെ അവൾ റീ എൻട്രി പോയത് വളരെ നല്ല കാര്യമാണ്. കാരണം അവൾ എന്താണെന്നുള്ളത് രണ്ടാമത്തെ റീ എൻട്രിയിലാണ് എനിക്ക് ജനങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ മസ്താൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലോ. അപ്പോൾ അതുപോലെ ശൈത്യയും നല്ലൊരു വ്യക്തി ആയിരിക്കും ഉള്ളിൽ. അവിടെ രണ്ടാമത് റീ എൻട്രിയിൽ പോയതിനു ശേഷം അനുമോളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും അതിലൂടെ അനുമോൾക്ക് ഒരുപാട് വോട്ട് കിട്ടിയെന്നും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ശൈത്യ കാണിച്ചത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ശൈത്യ കാണിച്ചത് ശരിക്കും ഒരു കട്ടപ്പ കാണിച്ച പോലെ തന്നെയല്ലേ, പുറകിൽ നിന്ന് കുത്തിയതായിട്ട് തോന്നില്ലേ? എപ്പിസോഡ് മുഴുവൻ കണ്ടല്ലേ? അത്രയും നാളും അനുമോളുടെ കൂട്ടുകാരിയായിട്ട് നല്ല സുഹൃത്തായിട്ട് നിന്ന ഒരാൾ അതിന് ശേഷം വന്നപ്പം അനുമോൾക്ക് നേരെ എതിരായിട്ട് സംസാരിക്കുകയൊക്കെയായിരുന്നു. ഇതിനെക്കുറിച്ച് എന്താണ് ജസ്റ്റ് പറയാനുള്ളത്? അത് ആ കുട്ടിയുടെ ഇമോഷണൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കുക. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ ശൈത്യം മാത്രമല്ല, പുറകിൽ നിന്ന് കുത്തിയെന്ന് വെച്ചാൽ ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശൈത്യനെ മാത്രം ടാർഗറ്റ് കാര്യമില്ല. എന്തായാലും കാണുമ്പോൾ ഒരു ഇതുണ്ട്. പരിചയമുണ്ടോ? ഇല്ല, അനീഷിനെ എനിക്ക് പേഴ്സണലി പരിചയമില്ല. എനിക്ക് അനീഷിനെ ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 ലക്ഷം രൂപ അനീഷിന് കിട്ടിയല്ലോ, അത് നല്ല സന്തോഷം. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ആ ഏട്ടന് എന്തെങ്കിലും കിട്ടണേ എന്നുള്ളത്. അപ്പോൾ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നെവിനെ. സത്യം പറഞ്ഞാൽ നെവിൻ്റെ സെയിം ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാനും. ഭയങ്കര കോമഡി, ഭയങ്കര എല്ലാവരോടും ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് അതുപോലെ നിവിൻ അവിടെ പോയിട്ട് നിവിൻ പെർഫോമൻസ് ചെയ്യുമ്പോൾ എനിക്ക് നിവിനിലൂടെ ഞാൻ എന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സെയിം അതേ കോമഡി ഒരു പീസാണ് ഞാനും. നെവിൻ ഉള്ളിലുള്ള സമയത്ത് നെവിന്റെ സ്പെഷ്യാലിറ്റി പുറത്ത് പറഞ്ഞില്ല, വെളിപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ പറയുന്ന ആൾക്കാര് എന്താണ് അത് നമ്മുടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ. ഞാൻ ആസ് എ ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ആസ് എ ട്രാൻസ് പേഴ്സൺ എന്നുള്ളൊരു ഒരു സെൽഫ് ഡിക്ലറേഷൻ അത് അവർ സ്വന്തം കൊടുക്കേണ്ടതാണ്. നമ്മൾ പുഷ് ചെയ്തിട്ടല്ല അവരൊരാൾ അയാൾ സ്വന്തം തിരിച്ച് ഞാൻ ഇതാണെന്ന് പറയുന്നത്. എനിക്ക് നെവിൻ ആ ചെയ്തതിനോട് എന്താണ് ഒരു കുഴപ്പമില്ല. കാരണം അത് നിവിൻ്റെ ഇഷ്ടമാണ്. നിവിൻ എന്താണ് ഞാൻ എന്താണെന്നുള്ളത് നിവിൻ്റെ അവകാശമാണ് പറയേണ്ടത്. അത് നമ്മൾ കുത്തി നീ അതാണെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. നിവിൻ കാണിച്ചത് നല്ല ബോൾഡായിട്ടാണ് നിവിൻ നിന്നു ആ ഒരു കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു, ബൈ, താങ്ക് യു.